ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് അങ്ങോട്ടാണ് പോകുന്നത്? അമ്പലത്തിൽ ചോറുന്നു. യെസ്, ചാലോട് അമ്പലത്തിൽ ഉത്സവമാണ്. ഇന്ന് എത്രാമത്തെ ദിവസമാണ്? മൂന്നാമത്തെ ദിവസം എന്തോന്ന്. അപ്പം നമ്മൾ പോയിട്ട് ഫുഡ് കഴിക്കും ഉച്ചയ്ക്ക്. ഇന്ന് എനിക്ക് ലീവ് വന്ന് പോവാമെന്ന് വിചാരിച്ച്. കുറേ നടക്കാനുണ്ട്, മഴയും ഉണ്ട് കുറച്ച് അല്ലേ? കാണുന്നുണ്ടോ? മഴ കാണുമെന്ന് തോന്നുന്നില്ല, നല്ല മഴയുണ്ട്. ഫുള്ള് ഇവിടെ മൊത്തം പ്രകൃതി രമണീയതയാണ്. അതുപോലെ റോട്ടിൽ കുറേ കാടും ചെടികളും ഉണ്ടായിരുന്നു. അവിടുന്ന് ഇവിടെ ഭയങ്കര വൻ പുഷ്പ ശേഖരണം ഉണ്ടാക്കിയിട്ടുണ്ട്. കാണിച്ചു കൊടുക്കൂ. നമ്മൾ മാത്രമല്ല, വേറെയും 2 ആൾക്കാരും കൂടി ഉണ്ട്. ആരെന്താ വരാത്തത്? വരുന്നുണ്ട് അവർ പതുക്കായിട്ട്. ഈ മഴക്ക് നമുക്ക് വേഗം നടന്നിട്ട് ബസ് സ്റ്റോപ്പിലങ്ങാട്ടും കയറി നിൽക്കാം. അതാ നല്ലത്. അല്ലേ പനി പിടിച്ചാൽ അറിയാലോ, ഒരാഴ്ച പനിയാണ്. പനി പിടിച്ച് മടുത്ത്. ഒരാഴ്ച പനി പിടിച്ച്, പിന്നെ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് പനി. അത് കഴിഞ്ഞ് ഒരാഴ്ച ഗ്യാപ്പ് വന്ന്, അടുത്ത ആഴ്ച വീണ്ടും പനി മടുത്തു. അതുകൊണ്ട് വേഗം എവിടെയും എത്തട്ടെ. എവിടെയും കയറി നിൽക്കുന്നില്ല. വേഗം ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് ഓട്ടോ പിടിക്കണം. ഓട്ടോ പിടിച്ചിട്ട് അമ്പലത്തിൽ പോകണം. കുറച്ച് പോകാനുണ്ട്. 10 രൂപയുടെ ബസ് യാത്ര ഉണ്ട്. പക്ഷെ നമുക്ക് ഓട്ടോയിൽ പോവാം. ഓക്കെ ആച്ചു, നിനക്കെന്തെങ്കിലും പറയണ്ട? ഒന്നും പറയില്ല. നീ എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? സോറി. കാര്യം പരിപാടി കാണാൻ നിൽക്കില്ല, ഒന്നിനും നിൽക്കില്ല. പോവും, ഭക്ഷണം കഴിക്കും, എവിടെയെങ്കിലും പോയി ഇരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് വരും. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. ആച്ചു ചന്ദനം വെച്ചിട്ടുണ്ടോ? കാണുന്നുണ്ടോ? ഭക്തിയുള്ളത് കാണിക്കാനായി. ഇവർക്ക് വലിയ ഭക്തിയൊന്നുമില്ല. നേരത്തെ പറഞ്ഞില്ലേ, ഫുഡ് കഴിക്കാൻ വരുന്നു, പിന്നെ ഫോട്ടോ എടുക്കാനും. ഇപ്പോൾ പ്രഭാഷണമുണ്ട്. നമ്മളിങ്ങനെ എന്തെങ്കിലും ആത്മീയ ടൈപ്പ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നിൽക്കുമ്പോൾ പ്രഭാഷണത്തിൽ പറയുന്ന മൊത്തം ഫോണിൻ്റെ ഉപയോഗം, പേരൻസ് ശ്രദ്ധിക്കുക, മറ്റേ മറിച്ചത്, അങ്ങനെയുള്ളത്. ഒരു അമ്പലത്തിൽ നിന്ന് ഒരു ദിവസം ലീവ് എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു അമ്പലത്തിൽ വന്ന് കേൾക്കുമ്പോൾ ഇവിടെ മൊത്തം ഉപദേശം. ഒരുമാതിരി ജൂൺ മാസത്തിൻ്റെ തുടക്കം പോലെയാണ് ഡിസംബർ മാസം തുടങ്ങിയിട്ടില്ല. പടക്കെറിഞ്ഞ് പൊട്ടിച്ച്. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് നല്ല മഴയുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് കുളം കാണാൻ, അമ്പലക്കുളം കാണാൻ. നമ്മൾ അമ്പലത്തിൻ്റെ പിറകിലൂട്ട് ഇറങ്ങിയിട്ട് ഇപ്പം അമ്പലത്തിന് മുന്നിൽ. ഇതാണ് അമ്പലത്തിന്റെ ഫ്രണ്ട് സൈഡ്. ഇനി ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് നടന്നു പോയാലാണ് അമ്പലക്കുളം എത്തും. അമ്പലക്കുളം എത്തിയിട്ടാകുമ്പോൾ, അമ്പലക്കുളം എന്ന് വെച്ചാൽ ഭയങ്കര വലിയ സെറ്റപ്പ് ഒന്നുമല്ല, ഒരു ചെറിയ കുളമാണ്. പക്ഷെ എങ്കിൽ നല്ല വൈബാ. കുഞ്ഞു മീനുകളുണ്ട്. ആ മീനുകളുടെ പേരൊന്നും എനിക്കറിയില്ല, എന്നാലും കുഞ്ഞു മീനുകളുണ്ട്. ഇപ്പോഴും അമ്പലത്തിൽ വന്നാൽ നമ്മൾ അമ്പലക്കുളം കാണാൻ വരും. വലിയ പശു ഫോക്കസ് ഇല്ല അല്ലേ? അന്നേ ഫോക്കസ് ആവോ? ഞാനല്ല ഈ ചാനലിലെ താരം, അപ്പം എന്നല്ലേ ഫോക്കസ് ആവുമല്ലോ. ഒരു കുളം ഇതാണ്. എനിക്ക് തോന്നുന്നു മറ്റന്നാൾ ആന വരും. ആന വരുന്ന സമയത്ത് ഇവിടുന്നാണ് കാര്യങ്ങളൊക്കെ എന്ന് തോന്നുന്നു. കാരണം അപ്പോൾ ഈ കുളത്തിൻ്റെ അടുത്താണ് ആനേനെ കാണല്. പിന്നെ ഒരു ചെറിയ കുളമുണ്ട്, അത് കാണിച്ചു തരാം. ഇതടുത്ത കുളം. പക്ഷെ ഇത് വലിയ ഇപ്പോൾ വൃത്തിയില്ല.
ഇപ്പം അത്ര വലിയ വൃത്തിയില്ല. എന്തിട്ടാമോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നല്ല വൃത്തി ഉണ്ടായിരുന്നു. ഇപ്പം മറ്റേ കുളം നല്ല വൃത്തിയായി, ഈ കുളം വൃത്തിയില്ല. ചിലപ്പം 2 ദിവസം കഴിയുമ്പോൾ വൃത്തിയാക്കുമായിരിക്കും. നമ്മളെ ഒരു സുഹൃത്ത് പറഞ്ഞ പ്രകാരം ഇതിങ്ങനെ മഴ പെയ്തിട്ട് അഴുക്കായതാണെന്ന സുഹൃത്ത് പറയുന്നു. അല്ലെങ്കിൽ ഈ കുളം ഭയങ്കര അതിമനോഹരമായിരിക്കും. മഴ പെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ആയത്. ഓക്കെ ഗൈസ്, ഇതിനു മുമ്പ് ഞാൻ അമ്പലത്തിൽ പോയത് തളാപ്പമ്പലത്തിലാണ്. തളാപ്പമ്പലത്തിൽ പോയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബടാ ദോസ്തുകളായിട്ടുള്ള 2 പേർ അന്ന് മാല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മലക്ക് പോകുന്നു. അപ്പോൾ അവിടെ നിന്നാണ് മലക്ക് പോകുന്നുണ്ടായിരുന്നു. കെട്ടുകാരെയും കാര്യങ്ങളെല്ലാം അവിടെ നിന്നാണ്. അപ്പോൾ അങ്ങനെ പോയതാ. ആരെല്ലാം പോയത്? ഞാൻ, ഡുണ്ടു, ശ്രീയേച്ചി, പ്രവിശേച്ചി, നിഹാല്, രാഹുൽ, പിന്നെ അങ്ങനെ കുറേ ആൾക്കാർ നമ്മൾ പോയി. അപ്പം അതിൻ്റെ വീഡിയോസ് എന്തായാലും നിങ്ങൾ കാണ്. അങ്ങനെ വ്ളോഗായിട്ടൊന്നും ഞാൻ എടുത്തില്ല. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഷൂട്ട് ചെയ്ത സാധനങ്ങൾ നിങ്ങൾ കാണ്. അപ്പോഴത്തേക്ക് നമ്മൾ നടന്ന അമ്പലത്തിലെത്തിട്ട് ഫുഡ് ആയോ നോക്കിയിട്ട് കഴിക്കാതിരിക്കട്ടെ, വിശക്കുന്നുണ്ട്. ഓക്കേ, അമ്പലത്തിലേക്ക് വന്ന് അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതുവരെ അവിടെ ഒരു മനുഷ്യന്മാരെ കണ്ടിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1 man ഷോ പോലെ ഉണ്ടായിരുന്നു. നേരത്തെ പ്രസംഗം പോലെയല്ല, ആ ഒരു പരിപാടി നല്ല വേർത്തായിട്ട് തോന്നി. കാരണം ഒറ്റ ഒരാളല്ലേ അതിൽ ആക്ട് ചെയ്യുക. അപ്പോൾ അയാൾ അത്രയും വോയിസ് റെക്കോർഡഡ് ആണെന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എനിക്ക് അവരെ ആക്ടിങ് കാണുമ്പം റെക്കോർഡഡായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം ലിപ്സിങ് കാര്യങ്ങൾ, അവരെ ആക്ടിങ് എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരുവാതിര ഉണ്ടായിരുന്നു. തിരുവാതിരയും നൈസായിരുന്നു. പിന്നെ പാട്ട് കാണിച്ചാൽ പാട്ടും കൂടി ഇതിൽ കാണിച്ച് ചിലപ്പോൾ കോപ്പിറൈറ്റ് വന്നാലോ എന്നുള്ളതുകൊണ്ട് ഞാൻ പാട്ട് കാണിക്കുന്നില്ല. എന്തായാലും നല്ലൊരു തിരുവാതിരയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ച് എന്നിട്ട് ചാലോട് വരെ ടൗൺ വരെ നടന്നു. അത് കഴിഞ്ഞ് ഓട്ടോ ഓടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു. അപ്പം ശൈലമുത്തൻ്റെ വീട്ടിലുള്ള ശൈലമുത്തൻ്റെ വീടെന്ന് വെച്ചാൽ സത്യം പറയാമല്ലോ നമുക്ക് സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ചെടികളും പൂക്കളും എനിക്ക് തോന്നുന്നു ഈ നാട്ടിൽ ഇങ്ങനെ ഇവരുടെ വീടേ ഉണ്ടാവുള്ളൂ. ഒരു വേറെ തന്നെ ഒരു പിന്നെ എനിക്ക് വന്നിരിക്കാനും ഭയങ്കര ഇഷ്ടം. ഒരു സമാധാനമുള്ള അന്തരീക്ഷം, അങ്ങനെ ഒച്ചപ്പാട് ബഹളമൊന്നുമില്ല. നല്ല ഇവരാണെങ്കിലും ശൈലമുത്തെല്ലാം നല്ല ഒരു സ്വഭാവത്തിനുടമയാണ്. എനിക്കിവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറെ എന്താ, എങ്ങനെയുണ്ട് നമ്മൾ തളാപ്പമ്പലത്തിൽ പോയത്? എങ്ങനെയുണ്ട്? സായന്തും അക്ഷയും അവർ 2 ആളും വന്ന് പിന്നെ മലക്ക് പോകുന്നുണ്ടായിരുന്നു. അവർ പോയിട്ട് വന്ന് പിന്നെ അന്ന് ഷൂട്ട് ചെയ്തത് ഞാൻ പിന്നെ ഒന്നും വ്ളോഗായിട്ടൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ഓരോന്ന് ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിട്ട് പിന്നെ ഇന്നലെ അവർ എന്നെ കണ്ടത് ചോദിച്ചു, നീ അത് വ്ളോഗാക്കിയല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലടാ, ഞാൻ ചെയ്തിട്ടില്ല. അവരിങ്ങനെ ചോദിക്കുകയും കൂടി ചെയ്തുകൊണ്ട് ഞാൻ വിചാരിച്ച് വിട്ടേക്കാം. പിന്നെ സായന്ത് എൻ്റെ അടുത്ത് എപ്പോഴും അന്യം വ്ളോഗ് കൂട്ടണം എന്ന് എപ്പോഴും പറയലുണ്ട്. ഞാനൊരു ദിവസം ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ വ്ളോഗ് എടുത്ത് രാവിലെ എല്ലാം കുറച്ച് ഷൂട്ട് ചെയ്ത് എന്നിട്ട് ഇവൻ്റെ കുറച്ച് സീക്വൻസും വേണ്ടിയിട്ട് ഞാൻ ഇവൻ്റെ അടുത്ത് പോയി. ഇവിടെ എന്നാ അഭിപ്രായം ചോദിച്ചിട്ട് എന്താ വർത്താനം അവൻ്റെ അഹങ്കാരം എന്നല്ല, വെറുതെ ജാടിയിടുക. അതും കൂടി ഒന്ന് കണ്ടിട്ട് വരും. ഓക്കെ, എന്നിട്ട് കാണാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് സുന്ദരനും സുമുഖനുമായ സായന്ത്. ഫിലിമിൽ താല്പര്യമുണ്ട്. ആരെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവർ കാണുകയാണെങ്കിൽ കുറെ ഓഡിഷനെല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവര് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെറിയ ബ്ലോഗിലെല്ലാം തല കാണിച്ചിട്ട് അങ്ങനെ എൻ്റെ ഒരു ഇമേജ് എനിക്ക് കളയാൻ താല്പര്യമില്ല. എനിക്കോ
ശരി പോട്ടെ ഓക്കെ ബൈ ഗൈസ്. ബൈ ഗായ്സ്. ഫുഡ് കഴിക്കാം. പോവാ. ഗൈസ് ഇന്നെനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡെയിലി ചെയ്യണമെന്നുണ്ട്, പക്ഷെ എങ്കിൽ വെറുതെ അങ്ങനെ ഓരോ ചെയ്തിട്ട് വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ച്. അതുകൊണ്ടാണ് ഇനി എന്തായാലും വീഡിയോസ് വരും. ഇനിയിപ്പോൾ അങ്ങോട്ട് തെയ്യക്കാലമാണ്. അമ്പലം, തെയ്യത്തിന് പോക്ക്, ഉത്സവത്തിന് പോക്ക്, അങ്ങനെയെല്ലാം ആയിട്ട് ഇനി കുറേ ദിവസം നല്ല നല്ല പരിപാടിയുള്ള സമയം. നേരം എനിക്ക് പറ്റുന്നത്ര നല്ല നല്ല വ്ളോഗുകൾ ഞാൻ എടുക്കാൻ ശ്രമിക്കാം. സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, ഇന്നത്രേ ഉള്ളൂ. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.